എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2023 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 154/2023. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. ഓപ്ഷൻ ബി, മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് ആണ് 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? ഓപ്ഷൻ എ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. ഓപ്ഷൻ സി, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നൻപകൽ നേരത്ത് മയക്കമാണ് 2023 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ എ, സമന്വയ പദ്ധതി. സമന്വയ പദ്ധതിയാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. ഓപ്ഷൻ ഡി, അടിയാളപ്രേതം. അടിയാളപ്രേതമാണ് 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. വി ഷിനിലാൽ രചിച്ച സമ്പർക്ക ക്രാന്തിയാണ് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ്. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ്. ഓപ്ഷൻ ഡി, ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡാണ് ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഓപ്ഷൻ ബി, ശ്രീ സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്. ഓപ്ഷൻ ഡി, ഫസ്റ്റ് ബെൽ. ഫസ്റ്റ് ബെൽ പദ്ധതിയാണ് കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C 52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C 52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം. ഓപ്ഷൻ സി, EOS-04. EOS-04 ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C 52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം. ഓപ്ഷൻ സി, 2012. 2012 ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ ഡി, സിക്കിം, പശ്ചിമ ബംഗാൾ. സിക്കിം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഒഴുകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്?
ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം? ഓപ്ഷൻ സി മണിപ്പൂർ. മണിപ്പൂരാണ് ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി നിലവിൽ വന്നത് 1948. റോഡ് സാന്ദ്രത 15 km/1000 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി, ഈ 2 പ്രസ്താവനകളാണ് ശരിയായത്. നാഗ്പൂർ പ്ലാൻ നിലവിൽ വന്നത് 1943-ലാണ്. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശമേത്? ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശമേത്? ഓപ്ഷൻ ഡി അംബാല അമൃത്സർ. അംബാല അമൃത്സർ ആണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലയിൽ ഉൾപ്പെടാത്ത പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി വയനാട്. വയനാട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. മീനങ്ങാടിയാണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. ദേശീയ ജലപാത 2 NW2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? NW2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. 1620 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. NW2 നീളം 891 കിലോമീറ്ററാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇത്രയും രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്? ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്? ഓപ്ഷൻ എ പീലിക്കോട്. പീലിക്കോട് പഞ്ചായത്താണ് ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്. ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളേവ? ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളേവ? പഞ്ചസാര വ്യവസായം ഇതിനുദാഹരണമാണ്. വ്യാവസായിക സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. വ്യാവസായിക സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. വജ്രം, ഇലക്ട്രോണിക്സ് തുടങ്ങിയ വ്യവസായങ്ങളാണ് ഫൂട്ട് ലൂസ് വ്യവസായങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ഇന്ത്യ വിക്ഷേപിച്ച EOS 04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇതൊരു റഡാർ ഇമേജിംഗ് റിസാറ്റ് ഉപഗ്രഹമാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇന്ത്യ വിക്ഷേപിച്ച EOS 04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം? ഓപ്ഷൻ ഡി ആന. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? ഓപ്ഷൻ ഡി 2005. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം
പ്രാബല്യത്തിൽ വന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. 42ാം ഭേദഗതി അനുസരിച്ചാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം പ്രസ്താവനകളാണ്. മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഈ 2 പ്രസ്താവനകളാണ് ബന്ധമില്ലാത്തത്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടന USA അമേരിക്കയുടെ ഭരണഘടനയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥാണ് കേരളത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളിലുള്ളത് 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്ന പ്രസ്താവനയാണ് ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത്. ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചതെപ്പോൾ? ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചതെപ്പോൾ? ഓപ്ഷൻ എ 1950 ജനുവരി 24. 1950 ജനുവരി 24 ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ? അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ഓപ്ഷൻ സി രാമനമ്പി. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം? യോഗക്ഷേമ സഭ, സമത്വ സമാജം, തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ, പ്രത്യക്ഷ രക്ഷാദേവസഭ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഓപ്ഷൻ എ ഡോക്ടർ കെ ബി മേനോൻ. ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി? ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ഓപ്ഷൻ ബി പ്രാചീന മലയാളം. പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. കുണ്ടറ വിളംബരം നടത്തിയ വർഷം? കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഓപ്ഷൻ ബി 1809. 1809 കുണ്ടറ വിളംബരം നടത്തിയത്. കല്ലുമാല സമരം നയിച്ചത്? കല്ലുമാല സമരം നയിച്ചത് ഓപ്ഷൻ സി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമായിരുന്നു മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം? ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ
സർവമത സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആലുവ. ആലുവയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്? 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്? ഓപ്ഷൻ ഡി നാനാ സാഹിബ്. നാനാ സാഹിബ് ആയിരുന്നു 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി. ഹണ്ടർ കമ്മിറ്റിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? ഓപ്ഷൻ ബി വിനോബ ഭാവെ. വിനോബ ഭാവെ ആയിരുന്നു വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷനാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം? ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം? ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരത്തിലാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നിരാഹാര സമരം നടത്തിയത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്? എനിക്ക് രക്തം തരൂ, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? ഓപ്ഷൻ ഡി വി പി മേനോൻ. വി പി മേനോനാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? ഓപ്ഷൻ സി ബോംബെ. 1946 നാവിക കലാപം ആരംഭിച്ചത് ബോംബെയിൽ വെച്ചായിരുന്നു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഓപ്ഷൻ ഡി 1931. 1931 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? കേരളത്തിൽ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരളത്തിൽ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കാത്തത്? താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കാത്തത്? ഓപ്ഷൻ ബി കൊല്ലം. തന്നിരിക്കുന്നവയിൽ കൊല്ലം ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കാത്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? ഓപ്ഷൻ സി മൂലമറ്റം. മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം?
ഓപ്ഷൻ സി പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഓപ്ഷൻ ഡി എറണാകുളം. എറണാകുളമാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിലെ ശുദ്ധജല തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകം ഓപ്ഷൻ എ ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ശുദ്ധജല തടാകം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഓപ്ഷൻ ബി പ്രോട്ടീൻ. പ്രോട്ടീനാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഓപ്ഷൻ ഡി കരൾ. കരളാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ കണ. കണയാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. മലമ്പനിക്ക് കാരണമായ രോഗാണു. മലമ്പനിക്ക് കാരണമായ രോഗാണു ഓപ്ഷൻ സി പ്രോട്ടോസോവ. പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണമായ രോഗാണു. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം പദ്ധതി. താലോലം പദ്ധതിയാണ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. തെങ്ങിൻ്റെ ഒരു ഇനമാണ് ചാവക്കാട് ഓറഞ്ച്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഓപ്ഷൻ ബി ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിതസസ്യങ്ങൾ ആയിരിക്കും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഓപ്ഷൻ സി വിഘാടകർ. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ നെല്ലിനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി അന്നപൂർണ. അന്നപൂർണയാണ് തന്നിരിക്കുന്നവയിൽ നെല്ലിനം. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടനാണ് അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിര് ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. തന്നിരിക്കുന്നതിൽ ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ അയിര്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി അലൂമിനിയം. അലൂമിനിയമാണ് തന്നിരിക്കുന്നവയിൽ ആൽക്കലി ലോഹം അല്ലാത്തത്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? മീഥെയ്ൻ, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആണ് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? ടെലൂറിയം, പ്രോട്ടിയം, ട്രിഷിയം, ഡ്യൂട്ടീരിയം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഓപ്ഷൻ എ ടെലൂറിയം. ടെലൂറിയമാണ് തന്നിരിക്കുന്നവയിൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓപ്ഷൻ എ ഓറിയോൺ. ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? ഓപ്ഷൻ സി സംവഹനം. സംവഹനമാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി കത്രിക. കത്രികയാണ് തന്നിരിക്കുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം.
പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം ഓപ്ഷൻ ബി അപവർത്തനം. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. -12 + 1/2 സമം ഓപ്ഷൻ ബി -12. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗം? ഓപ്ഷൻ ഡി 4/9. ഒറ്റയാനെ കണ്ടുപിടിക്കുക. 3, 11, 19, 27. ഓപ്ഷൻ ഡി 27. അടുത്ത പദം ഏത്? 1, 1, 2, 3, 5 ഡാഷ്. ഓപ്ഷൻ ബി 8. ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ ടി വി 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 11. സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? ഓപ്ഷൻ സി 36. നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര മണിക്കൂറിൽ? ഓപ്ഷൻ ബി 120 കിലോമീറ്റർ. 8/1/4 ലിറ്റർ പാൽ 3/4 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 11. 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര വീതം അരി കിട്ടും? ഓപ്ഷൻ ബി 1.35 കിലോഗ്രാം. 1 മുതൽ തുടർച്ചയായുള്ള കുറേ ഒറ്റ സംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 10. 27:3 ആണെങ്കിൽ 512 ഡാഷ്. ഓപ്ഷൻ എ 8. റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% വിലക്കഴിവ് കിട്ടി. 780 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? ഓപ്ഷൻ എ 12,220. ഒരു കാറിൻ്റെ ശരാശരി വേഗത 84 km/മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? ഓപ്ഷൻ സി 1400 മീറ്റർ. √1764 = ഓപ്ഷൻ ഡി 42. 3/5 + 1/3 + 1/15 സമം ഓപ്ഷൻ ബി 1. ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സ് എത്ര? ഓപ്ഷൻ സി 54. 4, 12, 20 എന്നീ സംഖ്യകളുടെ ലാസാഗു എന്ത്? ഓപ്ഷൻ എ 60. ആരോഹണക്രമത്തിൽ എഴുതുക. 3.5, 4, 4.2, 2.7. ഓപ്ഷൻ ഡി 2.7, 3.5, 4, 4.2. മീര ഒരു വരിയിൽ മുന്നിൽ നിന്നും 16-മതും പിന്നിൽ നിന്നും 10-മതുമാണ് എങ്കിൽ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 25. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സിൻ്റെ തുക 24 ആണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എത്ര? ഓപ്ഷൻ സി 8. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.